അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനോട് വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞു, സഹായിക്കും നബിയെ, അങ്ങ് വിജയിക്കും. അത് അല്ലാഹുവിന്റെ റസൂൽ സഹാബിമാരോട് ആശ്വാസത്തിന്റെ വാക്കായി പറയുകയും ചെയ്യുന്നു. ബദറിന്റെ ഓരോ പ്രദേശങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ റബ്ബിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഹദാ മസ്അഉ ഫുലാൻ, ഹദാ മസ്അഉ ഫുലാൻ, ഇതാ ഈ സ്ഥലത്ത് ഇന്നയാൾ മരിച്ചു വീഴും, ഈ സ്ഥലത്ത് ഇന്നവൻ മരിച്ചു വീഴും എന്നിങ്ങനെ റസൂലുള്ളാഹി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. കണ്ടോ, പടച്ചതമ്പുരാന്റെ ആ വഹീ കിട്ടുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്. അങ്ങനെ വളരെയേറെ ഭയത്തോടുകൂടി വളരെ വിനയത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂലും സഹാബിമാരും പിറ്റേന്ന് ഏറ്റുമുട്ടലിന് ഒരുങ്ങുകയാണ്. ആ ഏറ്റുമുട്ടലിലാണ് പടച്ചതമ്പുരാൻ മൂന്നിരട്ടി വരുന്ന ഈ സംഘത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുന്നത്. സുഹൃത്തുക്കളെ, ഈ രണ്ട് കക്ഷികളും തമ്മിൽ എന്താണ് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കാരണം? നിങ്ങൾ നോക്കൂ, ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളല്ല. ഈ രണ്ട് സമൂഹവും തമ്മിൽ, ഈ രണ്ട് കൂട്ടരും അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന അതേ അല്ലാഹുവിൽ വേറൊരർത്ഥത്തിൽ വിശ്വസിച്ചവനാണ് അബൂജഹൽ, അതുപോലെ തന്നെ അവന്റെ ആളുകളും. രണ്ടു കൂട്ടരും അല്ലാഹുവിനോട് ദുആ ചെയ്യാം എന്ന കാര്യത്തിൽ തർക്കിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുമ്പോ അബൂജഹലും പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പടച്ചവനെ നീ ഞങ്ങളെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ അതേ ഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. അബൂജഹലും പ്രാർത്ഥിക്കുന്നുണ്ട്. അവനെന്താ പറയുന്നതെന്നോ, അല്ലാഹുമ്മ അഖ്തഉനാ ലിർറഹ്മി വആതാനാ ബിമാ ലാ നഅരിഫുഹു. പടച്ച തമ്പുരാനെ, അല്ലാഹുവേ, അബൂജഹൽ വിളിക്കുകയാണ്, അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധങ്ങളെയെല്ലാം മുറിച്ചു കളഞ്ഞവൻ, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വാദവുമായി ചില ആശയങ്ങളുമായി ഞങ്ങളുടെ ഇടയിലേക്ക് വന്നുകൊണ്ട് ഞങ്ങളുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഐക്യത്തെ തകർത്ത് കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിച്ച്, അഥവാ ബാപ്പയും ഉമ്മയും വേറെയായി, ഭാര്യ ഭർത്താക്കൾ വേറെയായി, അങ്ങനെ ഒരേ കുടുംബത്തിൽ തന്നെ രക്തബന്ധങ്ങൾ പോലും മുറിച്ചു കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഫിത്നയുണ്ടാക്കാൻ വന്നവനാരാണെങ്കിൽ, അല്ലാഹുമ്മ അയ്യുനാ കാന അഹബ്ബ ഇലൈക വഅർദാ ഇൻദക ഫൻസുറുഹുൽ യൗം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതൊരു കക്ഷിയെയോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ട കക്ഷി ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണെങ്കിൽ, ഫൻസുറുഹുൽ യൗം, ഇന്നത്തെ ദിവസം നീ അവനെ സഹായിക്കണേ. അബൂജഹൽ ദുആ ചെയ്യുന്നു അല്ലാഹുവിനോട്. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹു. ഓ, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചില്ലേ, വിജയം നൽകാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, അതാ അല്ലാഹു ഉത്തരം ചെയ്തിരിക്കുന്നു. അവൻ ഇതാ സഹായിക്കേണ്ട കക്ഷിയെ സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു. അബൂജഹലും പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട് തന്നെയാണ്. എന്താ ഇവർ തമ്മിൽ വ്യത്യാസം? അല്ലാഹുവിന്റെ റസൂല് തലേനാൾ വലിയ പ്രാർത്ഥനയിൽ സഹാബിമാര് മുഴുവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അബൂജഹലും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാമെന്നതിന് പുറമെ മറ്റു പലരെയും ആരാധിക്കാമെന്നും പ്രാർത്ഥിക്കാമെന്നും വാദിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു ഒഴികെ ഒരു ഇലാഹ ഇല്ലേ ഇല്ല, ഈ ആശയം അബൂജഹൽ അംഗീകരിച്ചിട്ടില്ല. അവൻ അല്ലാഹുവിനെ ഇലാഹായി അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ മറ്റു പലരെയും അവൻ ഇലാഹായി അംഗീകരിക്കുന്നു. അവൻ അല്ലാഹുവിനും ആരാധിക്കുന്നുണ്ട്, ലാത്തക്കും ആരാധിക്കുന്നുണ്ട്, ഉസ്സക്കും ആരാധിക്കുന്നുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രതിമയെയും ആരാധിക്കുന്നുണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പ്രതിമയും വെച്ച് ആരാധിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പുറമേ മറ്റുള്ള എല്ലാ ആളുകളോടും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പൂജിക്കുകയും നേർച്ച വഴിപാടുകൾ നടത്തുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുന്നവനാണ് അബൂജഹലും അവന്റെ പാർട്ടികളും. അല്ലാഹുവിന്റെ റസൂലും സഹാബിമാരും അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അല്ലാഹുവിനോട് മാത്രമേ അവർ ദുആ ചെയ്യുന്നുള്ളൂ. അല്ലാഹുവിന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നുള്ളൂ. അല്ലാഹുവിന് വേണ്ടി മാത്രമേ ബലിയർപ്പണം നടത്തുന്നുള്ളൂ. അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ അല്ലാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യുന്നുള്ളൂ. അല്ലാഹുവിന്റെ റസൂലൊക്കെ അല്ലാഹുവിന്റെ പേരിൽ മാത്രം. മുശ്രിക്കുകളോ അല്ലാഹുവിനോടും ഇതൊക്കെ നിർവഹിക്കുന്നു, മറ്റുള്ളവരോടും നിർവഹിക്കുന്നു. ഇതാണ് ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള ആശയപരമായ വലിയ വ്യത്യാസം. ഈ രണ്ട് സംഘമാണ് ഏറ്റുമുട്ടുന്നത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ സഹായം ഉണ്ടാകുന്നത്. ആ യുദ്ധം നടന്നു.
അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബിമാരുടെയും ഭാഗത്ത് നിന്ന് 14ഓളം ആളുകളാണ് ആ യുദ്ധം കാരണമായി ഷഹീദുകളായത്. മറുപക്ഷത്ത് നിന്നോ 70ഓളം ആളുകൾ, അവരുടെ ക്യാപ്റ്റൻ അബൂജഹിൽ അടക്കം 70ഓളം ആളുകൾ അവിടെ മരിച്ചു വീണു. 70ഓളം ആളുകളെ യുദ്ധത്തിലെ തടവുകാരായി അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാർ പിടിച്ചു ബന്ധിക്കുകയും ചെയ്തു. മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയമുണ്ടായ ആ യുദ്ധത്തിൽ പടച്ചതമ്പുരാന്റെ സഹായം എങ്ങനെയുണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കുക സുഹൃത്തുക്കളെ. ആയുധത്തിന്റെ വലിയ പ്രത്യേകമായ ആയുധങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടല്ല, മറ്റേതെങ്കിലും നിലക്കുള്ള ആളും അർത്ഥവും ഉണ്ടായതുകൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ഒരാശയം, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്.